നമസ്കാരം ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എൻ്റെ പേര് രേവതി. ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഓണം സീരീസ് വീഡിയോ സെക്കൻഡ് വീഡിയോ ആണ്. ഇന്ന് നമ്മളിവിടെ ചെയ്യുന്നത് ബീറ്റ്റൂട്ട് വെച്ചുള്ള ഒരു ഈസി ആയിട്ടുള്ള ഒരു അച്ചാറിൻ്റെ വീഡിയോ ആണ്. നമ്മുടെ ബീറ്റ്റൂട്ട് അച്ചാർ ഉണ്ടാക്കാനായിട്ട് ആദ്യം ഒരു ചീനിച്ചട്ടി ചൂടാക്കാൻ വെക്കുക. അതിലേക്ക് അത് ചൂടായതിന് ശേഷം ഒരു 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുക. നല്ലെണ്ണ ആഡ് ചെയ്യുമ്പോഴത്തേക്കും നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. വെളിച്ചെണ്ണയെക്കാട്ടി അടിപൊളി നല്ലെണ്ണയാണ് നമ്മുടെ അച്ചാറിന്. അതൊന്ന് നല്ല രീതിയിൽ ചൂടായി വരട്ടെ. എണ്ണയിലേക്ക് നമ്മൾ ഒരു 3 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞിട്ടുണ്ട്, പിന്നെ കറിവേപ്പില, പിന്നെ ഒരു മീഡിയം സൈസ് ഇഞ്ചി കുഞ്ഞായിട്ട് അരിഞ്ഞതും, പിന്നെ ഒരു മീഡിയം സൈസ് വെളുത്തുള്ളി കംപ്ലീറ്റും എടുത്തിട്ടുണ്ട്. ഇതും കൂടെ ഇട്ടിട്ട് നല്ലപോലെ വഴറ്റി കൊടുക്കാം. ഇതിൻ്റെ ആ റോസ് സ്മെല്ലൊക്കെ മാറുന്ന വരെ വയ്ക്കുക. ഇഞ്ചിയും പച്ചമുളകിൻ്റെയൊക്കെ റോസ് സ്മെല്ല് മാറി വന്നിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ ബീറ്റ്റൂട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഞാൻ 2 മീഡിയം സൈസ് ബീറ്റ്റൂട്ടാണ് എടുത്തിരിക്കുന്നത്. അത് കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞിട്ടിട്ടുണ്ട്. അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്തിട്ട് ഇത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇത് ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം മിക്സ് ചെയ്യാനായിട്ട്. ഇത് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. അത് അങ്ങനെ ഇളക്കി കൊടുത്ത് അത് വെന്ത് നല്ല രീതിയിൽ വരണം, നല്ല സോഫ്റ്റായിട്ട് വരണം കേട്ടോ. അപ്പോൾ അതുവരെയൊക്കെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇടാൻ മറന്നുപോയി. ബാക്കി ഉപ്പ് ലാസ്റ്റ് നമ്മൾ എല്ലാം കൂടെ നോക്കിയിട്ട് ഉപ്പ് ആഡ് ചെയ്താൽ മതി. ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെ. അപ്പോൾ അത് നല്ല രീതിയിൽ സോഫ്റ്റായി വരുന്നത് നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. നമ്മുടെ ബീറ്റ്റൂട്ടൊക്കെ നല്ല രീതിയിൽ വെന്ത് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്ക് അച്ചാറിനുള്ള മസാല പ്രിപ്പയർ ചെയ്യാം. മസാല പ്രിപ്പയർ ചെയ്യാനായിട്ട് ഒരു ചീനിച്ചട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്തേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. അത് നല്ല രീതിയിൽ ഒന്ന് ചൂടായി വരട്ടെ. നമ്മുടെ എണ്ണ നല്ല രീതിയിൽ ചൂടായി വന്നിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറയാം, ഫ്ലെയിം ഓഫ് ചെയ്യണം. ഓഫ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മുടെ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി എല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ആഡ് ചെയ്താൽ പെട്ടെന്ന് കരിയത്തില്ല, അല്ലെങ്കിൽ കരിയാൻ ചാൻസ് ഉണ്ടാവും. എന്നിട്ട് എല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. കരിയാതെ നോക്കണം. ഒന്ന് ആ റോസ് സ്മെല്ലൊക്കെ മാറുമായിട്ട്. ഇപ്പം നല്ല ഹീറ്റ് ഉണ്ടായിരുന്നു, അപ്പോൾ ആ രീതിയിൽ മാറിക്കോളും. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓണാക്കാം. റോസ് സ്മെല്ലൊക്കെ മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നേരത്തെ കുക്ക് ചെയ്ത് വെച്ചാൽ ബീറ്റ്റൂട്ടിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ബീറ്റ്റൂട്ടും കൂടെ ആഡ് ചെയ്തിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഈ ഒരു കഷ്ണം ശർക്കരയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ആഡ് ചെയ്തിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം ഒരു സ്വീറ്റ്നെസ്സിന് വേണ്ടിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിലും പഞ്ചസാര ആഡ് ചെയ്യാം, പക്ഷേ പഞ്ചസാരയും കൂടെയുള്ളത് ശർക്കരയാണ്. അപ്പോൾ അതൊന്ന് റെഡിയായി വരട്ടെ. ഫൈനലായിട്ട് വേണ്ട ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. നമ്മൾ നേരത്തെ ശർക്കരയൊക്കെ അതിനകത്ത് കിടപ്പുണ്ട്, അതൊക്കെ ഒന്ന് മെൽറ്റായി നമ്മുടെ ബീറ്റ്റൂട്ടിൽ പിടിക്കണം. അപ്പോഴത്തേക്ക് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഫൈനൽ ഇൻഗ്രീഡിയൻ്റായി നമ്മുടെ വിനിഗറാണ് ആഡ് ചെയ്യുന്നത്. ഞാനിവിടെ എടുത്തിരിക്കുന്ന നോർമൽ വിനിഗർ അല്ല, നമ്മുടെ ആപ്പിൾ സൈഡർ വിനിഗറാണ്. ആപ്പിൾ സൈഡർ വിനിഗർ നിങ്ങൾ ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. ആപ്പിൾ സൈഡർ വിനിഗർ കുറേ ഹെൽത്തി ബെനിഫിറ്റ് ഉണ്ട്. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 ടീസ്പൂൺ ആപ്പിൾ സൈഡർ വിനിഗറാണ്. അത് ആഡ് ചെയ്ത് കൊടുക്കുക. അത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് 2 മിനിറ്റും കൂടെ ഗ്യാസിൽ വെച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോഴത്തേക്കും നമ്മുടെ ബീറ്റ്റൂട്ട് അച്ചാർ റെഡി ആയിട്ടുണ്ടാവും. നമ്മുടെ ഓണം സദ്യ സ്പെഷ്യൽ ബീറ്റ്റൂട്ട് അച്ചാർ ഇവിടെ റെഡിയായിരുന്നു. എല്ലാവരും ഓണത്തിന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായിട്ട് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അച്ചാറാണ്.
ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സ് കമൻറ്റ്സിലൂടെ അറിയിക്കണം. പിന്നെന്താ പറയുന്നത്, എപ്പോഴും പറയുന്നത് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ എൻ്റെ അപ്പോൾ ബെല്ലൈക്കൻ്റെ അതുകൂടെ എനേബിൾ ചെയ്താൽ മാത്രമേ ഫ്യൂച്ചറിലെ വീഡിയോസ് കിട്ടുകയുള്ളൂ. അപ്പോൾ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.